ഫാത്തിഹത്തുൽ കിതാബി, എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതുക. എന്നിട്ട് സൂറത്തിന്റെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക. പിന്നെ ഫൈദാ ഫറഗ്ത മിനൽ ഖിറാഅത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫീ അവ്വലി റക്അത്തിൻ വഅൻത ഖായിം, റുകൂഇന്റെ മുമ്പ് നിന്നുകൊണ്ട് തഖൂലു സുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 15 മറ. അതായത് ഫാത്തിഹ ഓതുക, എന്നിട്ട് സൂറത്ത് ഓതുക. എന്നിട്ട് ആ നിപ്പ് തന്നെ 15 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. കാന യശുദ്ദു മീസറൗ, ആരെയുടുപ്പൊക്കെ കെട്ടി ഒരുങ്ങലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനല്ലേ, അങ്ങോട്ട് ഒരുങ്ങന്നെ. അതാണ് ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നൃത്തത്തിൽ റുക്വഇന്റെ മുമ്പ് 15 വട്ടം സുബ്ഹാനല്ലാഹി, സുമ്മ തർകഅ, പിന്നെ റുക്വയിൽ പോവുക. ഫതഖൂലു, അതിലെ റുക്വഇന്റെ ദിക്ർ കഴിഞ്ഞതിന് ശേഷം 10 തവണ 10 മററാത്തിൻ സുബ്ഹാനല്ലാഹി. സുമ്മ തർഫഅ മിനർ റുക്വഇ, പിന്നെ റുക്വയിൽ നിന്ന് ഉയർന്നിട്ട് ആ നൃത്തത്തിലുള്ള റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാത്ത് എന്ന് തുടങ്ങുന്ന ആ ദിക്ർ ചൊല്ലിയിട്ട് അതിനുശേഷം ഫതഖൂലുഹാ 10 വട്ടം ചൊല്ലുക. എന്നിട്ട് എന്ത് സുബ്ഹാനല്ലാഹി. സുമ്മ തസ്ജുദു, പിന്നെ സുജൂദിൽ പോവുക. സുജൂദിലെ സാധാരണ ദിക്ർ ചൊല്ലിയതിനു ശേഷം ഫതഖൂലുഹാ വഅൻത സാജിദുൻ 10 വട്ടം ചൊല്ലുക. ഫദാലിക, എന്നിട്ടോ സുമ്മ തർഫഅ മിനസ് സുജൂദി, പിന്നെ സുജൂദിന് ഇരുത്തത്തിലാവുക. ഇരുത്തത്തിന്റെ ദിക്ർ ചൊല്ലിയതിനു ശേഷം സുബ്ഹാനല്ലാഹി 10 വട്ടം ചൊല്ലുക. പിന്നെ രണ്ടാമത്തെ സുജൂദിലും ദിക്റിന് ശേഷം 10 വട്ടം ചൊല്ലുക. ഇപ്പൊ എത്രയായി? നൃത്തത്തിൽ 15, പിന്നെ റുക്വയിൽ 10, 25, ഇഅ്തിദാലിൽ 10, 35, പിന്നെ ഒന്നാം സുജൂദിൽ 45, ഇരുത്തത്തിൽ 55, രണ്ടാം സുജൂദിൽ 10, 65, രണ്ടാം സുജൂദ് കഴിഞ്ഞാൽ പിന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10. അപ്പൊ എത്രയായി? 75. എന്നാൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10 പറയലിനേക്കാൾ നല്ലത് ഇമാം ഗസാലി അടക്കമുള്ള മുഫസ്സിരീങ്ങൾ ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ലത് നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് 15, ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞാൽ 10. അപ്പൊ നൃത്തത്തിന് എത്ര വന്നു? 25. ശ്രദ്ധിച്ചില്ലേ? അതാണ് ഏറ്റവും നല്ല ഉപ്പ്. കാരണം ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ വല്ലാതെ അവിടെ ഇരിക്കുന്നത് അത്ര ഗുണകരമല്ല. ഒരാവശ്യത്തിന് ഇരിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അത് നീട്ടുന്ന അത്ര ഗുണകരമല്ല. ഇസ്തിറാഹത്ത് പറഞ്ഞാൽ ഒരു റാഹത്തിന്റെ ഇരുത്തന്ന, അതായത് സുജൂദിൽ കടന്നിട്ടുള്ള ആ ഉയർച്ചന്റെ ഇടയിലുള്ള ഒരു റാഹത്തിന്റെ ഇരുത്തമാണ് ഏത്? മനസ്സിലാവണില്ലേ പറഞ്ഞത്? അത് വല്ലാതെ നീട്ടുന്നത് ഗുണകരമല്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് അതായത് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ട് ഫാത്തിഹന്റെ മുമ്പ് 15, പിന്നെ സൂറത്ത് കഴിഞ്ഞിട്ട് 10, അപ്പൊ 25, റുക്വയിൽ 10, 35, ഇഅ്തിദാലിൽ 10, 45, പിന്നെ സുജൂദിൽ 10, 55, ഇരുത്തത്തിൽ 10, 65, രണ്ടാം സുജൂദിൽ 10, 75 കഴിഞ്ഞു. ഒന്നാം റക്അത്തിൽ 75, പിന്നെ രണ്ടാം റക്അത്തിൽ 75. അപ്പോ 2 റക്അത്തോടെ എത്ര കഴിഞ്ഞു? 150. പിന്നെ 2 റക്അത്തും അങ്ങനെ. അപ്പൊ എത്ര ദിക്ർ വന്നു? നമസ്കാരത്തിലായി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്താ ദിക്റിന്റെ പ്രത്യേകത? ആ ദിക്റിന്റെ പ്രത്യേകത ഒക്കെ അറിഞ്ഞാലാണ് നിസ്കരിക്കും. എന്താ ഇതിന്റെ പ്രത്യേകത? അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആൻ. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് 4 വാക്കുകളാണ്. ഏതാ 4 വാക്ക്? സുബ്ഹാനല്ലാഹി വഹുന്ന മിനൽ ഖുർആൻ. ആ 4 വാക്ക് ഖുർആനിൽ ഉണ്ട് താനും ആ 4 വാക്ക്. എന്നാലും ദിക്ർ എന്ന നിലക്കത് ഏറ്റവും പ്രധാനമാണ്. ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠം പറയും, ഏറ്റവും ശ്രേഷ്ഠം സുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്നാൽ കഴിയുമെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ നിർത്തി നിന്നിട്ട് കാല് കുഴയൂലെങ്കിൽ ഓരോ തസ്ബീഹിന് ശേഷവും വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നതുകൂടി അഫ്ളലാകുന്നു. അതായത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല
വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. പിന്നെയും എത്രയായി? 1. പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇങ്ങനെ ആക്കലാണ് ഏറ്റവും അഫ്ളലായ കാര്യം. അത് ഭയങ്കര ഏറ്റവും വലിയ അർശിന്റെ താക്കോലാണ്. എന്ത്? അർശിന്റെ താക്കോലാണ്. എന്ത്? വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അത് വല്ലാത്ത സംഗതിയാണ്, ഭയങ്കര സംഗതിയാണ്. അല്ലാഹു അതിന്റെ ഫضل കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അൻ അലിൻ ഖാല ഖാല റസൂലുള്ളാഹി മൻ ഖാല ഖബല സ്വലാത്തിൽ ഗദാത്തി യൗമൽ ജുമുഅ. ജുമുഅ ദിവസത്തിന്റെ സുബഹി നമസ്കാരത്തിന്റെ മുമ്പ് ഒരാൾ ചൊല്ലിയാൽ ثلاث مرات സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് ചൊല്ലുക. എന്ത്? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി 3 മറാത്ത്. വെള്ളിയാഴ്ച സുബഹിന്റെ മുമ്പ് ചൊല്ലുക അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി 3 മറാത്ത്. എന്നാലോ ഗുഫിറത് ദുനൂബുഹു വഇൻ കാനത് അക്സറ മിൻ സബ്ദിൽ ബഹരി. തൊബ്രാനി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോ. വഇൻ കാനത് അക്സറ മിൻ സബ്ദിൽ ബഹരി. സമുദ്രത്തിന്റെ നൊരയേക്കാൾ അവന് ദോഷമുണ്ടെങ്കിൽ പോലും ഗുഫിറത് ഖതായ, ദോഷങ്ങൾ പൊറുക്കുമെന്ന് പുണ്യനബി. എന്താ ചൊല്ലേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഒന്നും കൂടെ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. എല്ലാ വെള്ളിയാഴ്ചയും സുബഹിന്റെ മുമ്പ് ഇങ്ങനെ 3 തവണ ചൊല്ലിയാൽ ഗുഫിറത് ഖതായ, ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു പുറത്തു തരട്ടെ. എന്തിനാ ഇങ്ങനെ ദോഷം പുറത്തു തരാന്ന് പറയുന്നത്? ദോഷം പുറത്തു കിട്ടിയിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടും. ആയിഷ ബീവിയോട് പറഞ്ഞ ആയിഷ, നിസാര ദോഷം പോലും ബാക്കി വെക്കരുത് ആയിഷ. അല്ലാഹു അത് ചോദ്യം ചെയ്യുന്ന ദിവസം വരുന്നുണ്ട്. ചോദ്യം സംഗതി നിസാരാവും, പക്ഷെ അവിടെ കുടുങ്ങും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അതാത് സമയത്ത് എന്തിനു വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതങ്ങട്ട് മായ്ച്ചു കളയണം. അതാണ് വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. അല്ലാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. അൽ ഹയ്യു, അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്. അൽ ഖയ്യൂം, എന്നെന്നും എന്തെന്തിനെയും നിയന്ത്രിക്കുന്നവനുമാണ്. ഖയ്യൂം, എന്തിനെയും അവൻ, ഇങ്ങോട്ട് പറയും, എന്തിനെയും അവൻ നിയന്ത്രിക്കുന്നവനാണ്. അവനിലേക്ക് ഞാൻ തിരിച്ചു മടങ്ങുന്നു 3 വട്ടം. അതേപോലെ തന്നെ വളരെ ചിന്തിക്കണം. അബീ ഉബൈദ ബിൻ ജറാഹ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിനസ് സ്വലവാതി സ്വലാത്തുൻ അഫ്ളല മിൻ സ്വലാത്തിൽ ഫജ്രി യൗമൽ ജുമുഅ ഫിൽ ജമാഅ. വെള്ളിയാഴ്ചയിലെ സുബഹി നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുത്തിയാലും വലിയ നഷ്ടം വരും. വെള്ളിയാഴ്ചന്റെ സുബഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയാൽ വലിയ നഷ്ടം ഉണ്ടാവും. അതവന് വെള്ളിയാഴ്ച നഷ്ടപ്പെടാൻ വരെ കാരണമാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വെള്ളിയാഴ്ചന്റെ എന്ത് നഷ്ടപ്പെടുക? അതിന്റെ ഫضل നഷ്ടപ്പെടുക. വെള്ളിയാഴ്ചയിലെ സുബഹി ജമാഅത്ത് ഒരാൾ നഷ്ടപ്പെട്ടാൽ അത് വലിയ സംഗതിയാണ്. എന്നാൽ അത് കിട്ടിയാലോ, വമാ അഹ്സിബു മിൻ മൻ ഷഹിദഹാ ഇല്ലാ മഗ്ഫൂറൻ ലഹു. വെള്ളിയാഴ്ച സുബഹി ജമാഅത്തിന് പങ്കെടുത്താൽ തന്നെ ദോഷം പൊറുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് അമലുൽ യൗമി വൽ ലൈലയിൽ ഇബ്നു സുന്നി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം ത്വബറാനി തന്റെ മുഅ്ജമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അതേപോലെ തന്നെ വെള്ളിയാഴ്ച സുബഹി നേരത്തെ പെരുപ്പിക്കാവുന്ന വേറൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദീഅസ് സമാവാതി വൽ അർളി യാ